എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഇപ്പോൾ 10 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സീനായിരിക്കും കാണിക്കുക. നമ്മുടെ കുട്ടി ആസ്തയും അതുപോലെ തന്നെ യുനോയും അവരാണെങ്കിൽ ഇപ്പോൾ അല്പം വലുതായിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചും ചിരിച്ചും പഠിച്ചും ഒക്കെ അങ്ങനെ വളരും. അവരാണെങ്കിൽ പുഷാറായിട്ട് എവിടേക്കോ ഓടുകയാണ്. ആസ്തയാണെങ്കിൽ മുൻപിൽ ഓടും, യുനോ ആണെങ്കിൽ അവന്റെ പിന്നാലെ ഓടി വന്ന് അങ്ങനെ താഴേക്ക് വീഴുകയാണ്. അത് കണ്ട് ആസ്ത തിരികെ വന്ന് യുനോയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. യുനോ കരയുന്നത് കാണുമ്പോൾ ആസ്തയാണെങ്കിൽ അവനെ സ്നേഹത്തോടെ പുഞ്ചിരിയോട് കൂടെ സമാധാനിപ്പിക്കുകയാണ്. നീ ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നോടൊപ്പം നിന്റെ ബ്രദർ ആസ്തയുണ്ട്, നിന്നോടൊപ്പം ഞാൻ ഉള്ളതുകൊണ്ട് തന്നെ നിനക്കൊന്നും സംഭവിക്കില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് അവരങ്ങനെ ഓടുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ ഓടി വന്ന് ഒരു മരത്തിന്റെ തണലിലിരിക്കും. ചർച്ചിൽ നിന്നും വിട്ട് അവരിപ്പോൾ ഒരു മരത്തിന്റെ അടിയിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് അവരുടെ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാണ്. സിസ്റ്റർ ലില്ലി ആണെങ്കിൽ കഴിക്കാൻ എല്ലാവർക്കും ആഹാരം കൊടുക്കും. സമാധാനത്തോടെ യുനോയും ടീമും അത് കഴിക്കുമ്പോൾ ആസ്തയാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കി വലിച്ചു വാരി ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. ആസ്തയാണെങ്കിൽ കൊഞ്ചിക്കുറുവി ഇപ്പോൾ സിസ്റ്ററിനോട് ചോദിക്കും, സത്യത്തിൽ ഇതാരാണ് ഉണ്ടാക്കിയത്? സിസ്റ്റർ അല്ലേ? ഞാൻ സിസ്റ്ററിനെ ഉറപ്പായാലും ഫ്യൂച്ചറിൽ മാരേജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് അത് കഴിക്കാൻ പറ്റുമല്ലോ എന്ന് പറയും. അത് കേട്ട് സിസ്റ്റർ ചിരിക്കും, ഇതുണ്ടാക്കിയത് ഫാദറാണ്. ആസ്തയാണെങ്കിൽ അത് കേട്ട് അമ്പരന്ന് പോകുമ്പോൾ ചുറ്റുമുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ ആസ്തയെ നോക്കി കളിയാക്കുകയാണ്. അയ്യോ ഇല്ല ഇല്ല, ഫാദറിനെ ഞാൻ വിവാഹം കഴിക്കില്ല, എനിക്ക് സിസ്റ്ററിനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ സിസ്റ്റർ ആണെങ്കിൽ ആ ഒരു മാജിക് ബുക്ക് എടുത്ത് അവനെ കാണിക്കും. അത് കണ്ട് അവൻ ഭയപ്പെട്ട് പോവാണ്. യുനോ ആണെങ്കിൽ അവനെ അടുത്ത് വിളിച്ച് ദേഷ്യപ്പെട്ട് പറയും, നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയുന്നത്? അത് സിസ്റ്ററാണ്, സിസ്റ്റർ ഒരിക്കലും ആരെയും വിവാഹം കഴിക്കില്ല. അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, ദൈവത്തിന്റെ മാലാഖമാരാണ്. സത്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നീ അവരെ വെറുപ്പിക്കുകയാണ്, അപമാനിക്കുകയാണെന്ന് പറയും. പക്ഷെ ആസ്തയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ സിസ്റ്ററിനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അവരെല്ലാവരും ചർച്ചിലേക്ക് തിരികെ എത്തി ഇപ്പോ ഉറങ്ങാനായിട്ട് തയ്യാറെടുക്കുകയാണ്. സിസ്റ്റർ ആണെങ്കിൽ അവർക്കിപ്പോ ഒരു വലിയ കഥ പറഞ്ഞു കൊടുക്കും. ഒരു ഗ്രാമത്തിൽ ഒരു ജയന്റ് വിസാർഡ് ഉണ്ടായിരുന്നു. അതതിന്റെ 4 ക്ലവർ പവർ അതുപയോഗിച്ച് ഒരു ദുഷ്ടനായ രാജാവിനെ ഇല്ലാതാക്കി. അത് കേട്ട് ആസ്തയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വാവ്, ഈ സ്റ്റോറി ശരിക്കും അടിപൊളിയാണെന്ന് പറയും. പക്ഷെ യൂനോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയം തോന്നും. എനിക്ക് ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഭയമാണ്, ഉറക്കത്തിൽ ഞാൻ ഇതൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടുമെന്ന് പറയും. സിസ്റ്റർ ആണെങ്കിൽ ഇപ്പോ ആ ഒരു വിസാർഡിനെയും മന്ത്രത്തിന്റെ ആ ഒരു സ്റ്റിക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ആസ്തയാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അതെല്ലാം നോക്കും. വാവ്, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും മന്ത്രശക്തിയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതിനാ സിസ്റ്റർ പറയും, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മന്ത്രങ്ങളുള്ളവർ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പഴയ പുരാതന തലമുറകൾ മുതൽ ഇതുപോലുള്ള മന്ത്രവാദികളാണ് നമ്മളെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് വരുന്നത്. അവരിൽ നിന്ന് കിട്ടിയ മന്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയും. ആസ്തയാണെങ്കിൽ അപ്പം തന്നെ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാനും ഒരു വലിയ മന്ത്രവാദിയാവും. എല്ലാവരെയും തോൽപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ മന്ത്രങ്ങൾ അറിയാവുന്ന മന്ത്രവാദികളുടെ ഇടയിലെ കിങ്ങായി മാറുമെന്ന് പറഞ്ഞ് സ്റ്റൈലായിട്ട് അങ്ങനെ പോസൊക്കെ കൊടുത്ത് നിൽക്കും. സിസ്റ്ററിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനമൊക്കെ തോന്നും. നല്ല കാര്യമാണ്, നിനക്ക് അങ്ങനെ ആയി മാറാൻ കഴിയട്ടെ. ഇവിടെ യൂനോയ്ക്കും ആസ്തയുടെ ആഗ്രഹം കേൾക്കുമ്പോൾ അവനും അപ്രകാരമായി മാറാനായിട്ട് ആഗ്രഹം തോന്നുകയാണ്. ആസ്തയാണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയും, നമ്മൾ അനാഥരായിരിക്കാം, നമുക്ക് പണം ഉണ്ടാവില്ല, നമ്മൾ പാവപ്പെട്ടവരായിരിക്കാം, പക്ഷേ ഭാവിയിൽ ഞാൻ വലിയൊരു മന്ത്രവാദിയായി നമ്മുടെ ഈ ഒരു അവസ്ഥയെല്ലാം തന്നെ മാറ്റും. സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് എല്ലാവരെയും ഞാൻ കൊണ്ടുവരുന്നു പറഞ്ഞ് അവൻ അങ്ങനെ വാക്ക് കൊടുക്കുകയാണ്. ആസ്തയുടെ വാക്കുകൾ കേട്ട് സിസ്റ്റർ ആണെങ്കിൽ ചിരിക്കും. സത്യത്തിൽ ഇവനൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ്, വലുതായി കഴിയുമ്പോൾ ഇവൻ എന്തായി മാറും എന്നൊക്കെ ചിന്തിച്ച് സിസ്റ്റർ ആണെങ്കിൽ നാണിച്ച് ചിരിക്കും. ഈ കാര്യങ്ങളെല്ലാം കേട്ട് യൂനോ ആണെങ്കിൽ അവന്റെ പെൻഡന്റിൽ പിടിച്ച് അവന്റെ ആഗ്രഹം അങ്ങനെ മനസ്സിൽ ആലോചിച്ചെടുക്കുകയാണ്. എനിക്കും ഒരു വലിയ മന്ത്രവാദിയാവണം. ആസ്തയാണെങ്കിൽ സിസ്റ്റർ ലില്ലിയോട് പറയും, ഞാൻ വലിയൊരു മന്ത്രവാദിയായി മാറിയതിനു ശേഷം സിസ്റ്റർ ലില്ലി, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളെ മാരേജ് ചെയ്യുക എന്നതാണ്. സിസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അത് കേട്ട് അവനാണെങ്കിൽ വാശി പിടിക്കും, അയ്യോ ഇല്ല ഇല്ല, എനിക്ക് എന്തായാലും സിസ്റ്ററിനെ മാരേജ് ചെയ്യും, സിസ്റ്ററിനെ മാരേജ് ചെയ്യണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, വിസാർഡായ ഉടൻ തന്നെ ഞാനത് ചെയ്യുമെന്ന് പറയും. ഇവിടെ യോനോയും മനസ്സിൽ അവന്റെ ആഗ്രഹം അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഡിസംബർ 12. നമ്മുടെ ആസ്തയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മാജിക്ക് അത് ട്രെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൻ ഒരുപാട് ട്രെയിനിങ് എടുത്തിട്ടുണ്ടെങ്കിലും അവനെ കൊണ്ട് മാജിക്ക് വർക്കൗട്ട് ആക്കാനായിട്ട് കഴിയുന്നില്ല. ആ സമയം തുണി കഴുകിക്കൊണ്ടിരുന്ന സിസ്റ്റർ ലില്ലിയോട് അവൻ സംസാരിക്കും. സിസ്റ്റർ, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും എനിക്ക് മാജിക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്നില്ല, നിങ്ങളെ ഞാൻ സഹായിച്ചോട്ടെ ഈ വർക്കൊക്കെ ചെയ്യാൻ? അതിന് സിസ്റ്റർ പറയും, തീർച്ചയായിട്ടും നിനക്ക് എന്നെ സഹായിക്കാമെന്ന് പറയും. അത് കേട്ട് അവനാണെങ്കിൽ നൈസായിട്ട് വീണ്ടും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യട്ടെ? അപ്പോഴും സിസ്റ്റർ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, ഒരിക്കലും നിനക്കെന്നെ വിവാഹം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ആ സമയത്തായിരിക്കും യൂനോ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടേക്ക് വരിക. ആസ്ത ദേഷ്യപ്പെട്ടു പറയും, കൊച്ചു കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് ഇപ്രകാരമല്ല എന്ന് പറഞ്ഞ്
വളരെ വേഗത്തിൽ അതിനെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീശാൻ തുടങ്ങും. കുഞ്ഞാണെങ്കിൽ ഉച്ചത്തിൽ കരയുമ്പോൾ സിസ്റ്റർ ആണെങ്കിൽ ഓടി വന്ന് ആ കുഞ്ഞിനെ എടുക്കും. അപ്പോൾ അത് പതിയെ ശാന്തമായി കരച്ചിൽ നിർത്തുകയാണ്. ഉടനെ ഉടനെ ഫാദർ ആണെങ്കിൽ അവിടേക്ക് വന്ന് ആർക്കാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ജോലി അത് വേണ്ടതെന്ന് ചോദിക്കും. അത് കേട്ട് ആസ്തയാണെങ്കിൽ കൈ ഉയർത്തി എനിക്ക് വേണം, ഇത് ഞാൻ ചെയ്യാമെന്ന് പറയും. ഉടനെ ഫാദർ യൂനോയെ നോക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ലെറ്റർ സേഫായി ഒരാളെ നീ ഏൽപ്പിക്കണം. ഇത് കൈവിട്ട് പോകാനോ നശിപ്പിച്ച് കളയാനോ പാടില്ല. അതുകൊണ്ടാണ് ഈ ജോലി ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നതെന്ന് പറയും. ആസ്തയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. അവനാണെങ്കിൽ തല താഴ്ത്തി പതിയെ യൂനോയെ നോക്കുകയാണ്. ഞാൻ ആ ലെറ്റർ അത് കൊണ്ടുപോയി കൊടുത്തോട്ടെ. അതിന് യൂനോ പറയും, ഫാദർ ഇത് എന്നെയാണ് ഏൽപ്പിച്ചത്, എനിക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കടന്നു പോകും. കട്ട് ചെയ്താ ഇപ്പോൾ ഒരു ടൗൺ കാണിക്കും. അവിടെ ആണെങ്കിൽ ഒരു ലിക്കർ ഷോപ്പിൽ ഒരാളാണെങ്കിൽ ബഹളം വെക്കുകയാണ്. എനിക്കൊരു അല്പം കൂടി ലിക്കർ വേണമെന്ന് പറയുമ്പോൾ ആ കടയുടെ ഉടമസ്ഥനാണെങ്കിൽ ആദ്യം നീ കടം വാങ്ങിയ പണം അതെനിക്ക് താ, അതിനുശേഷം ഞാൻ നിനക്ക് ലിക്കർ തരാമെന്ന് പറയും. അപ്പോഴായിരിക്കും ആ സമയം അവിടേക്ക് യൂനോ അവൻ ഓടി വരിക. അവനാണെങ്കിൽ ഓടി വന്ന് നിലത്ത് വീഴുമ്പോൾ തൊട്ടു മുൻപിലുണ്ടായിരുന്ന ആ കള്ളുകുടിയനാണെങ്കിൽ ഇപ്പൊ അവന്റെ കഴുത്തിലെ തിളങ്ങുന്ന പെൻഡന്റ് അത് നോട്ടമിടും. അത് ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ്. അത് എങ്ങനെയെങ്കിലും മോഷ്ടിച്ച് പണയം വെച്ച് അത് ഉപയോഗിച്ച് എനിക്ക് ലിക്കർ കുടിക്കാമെന്ന് അവൻ പ്ലാൻ ചെയ്യും. യൂനോ ആണെങ്കിൽ അവിടേക്ക് കറക്റ്റായിട്ടെത്തി ആ ലെറ്റർ അത് ഏൽപ്പിക്കാനുള്ള ആളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തിരികെ പോകാൻ നിൽക്കുന്ന അടുത്ത നിമിഷം ആ ഒരു കള്ളുകൂടിയനാണെങ്കിൽ അവന്റെ മുൻപിലേക്ക് വന്ന് യൂനോയെ നോക്കി ടെററായിട്ട് ചിരിക്കും. കട്ട് ചെയ്താ ഇവിടെ ആസ്തയും ബാക്കിയുള്ള കുട്ടികളെയും കാണിക്കും. അവരാണെങ്കിൽ ഭക്ഷണത്തിന് മുൻപിൽ കാത്തിരിക്കുകയാണ്. ആസ്തയാണെങ്കിൽ സിസ്റ്റർ ലില്ലിയോട് പറയും, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അതിന് സിസ്റ്റർ പറയും, ഫാദർ വരാതെ ഒരിക്കൽ പോലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. മാത്രമല്ല നിന്റെ ബ്രദർ യൂനോ അവനും ഇതുവരെ തിരികെ എത്തിയിട്ടില്ല എന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ യൂനോയെ കാണിക്കും. അവനാണെങ്കിൽ കെഞ്ചുകയാണ് ആ ഒരു കള്ളുകൂടിയനോട്, അതെന്റെ പെൻഡന്റ് ആണ്, അതെനിക്ക് വേണം, ദയവ് ചെയ്ത് അത് തിരികെ തരാൻ പറയും. ഉടനെ ആ ഒരു കള്ളുകൂടിയനാണെങ്കിൽ യൂനോയുടെ വയറ്റില ആഞ്ഞു ചവിട്ടും. യൂനോ ആണെങ്കിൽ ആളുടെ കാൽക്കൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് അതെനിക്ക് തിരികെ തരണം, അതെനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അവനാണെങ്കിൽ യൂനോയെ അറ്റാക്ക് ചെയ്യും. അടുത്ത നിമിഷം ഒരാൾ ഓടി വന്ന് അവനെ ആഞ്ഞെട്ടിക്കുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ആസ്ത. ഇവിടെ യൂനോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. എന്ത് ചെയ്യണമെന്നറിയാതെ യൂനോ അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ ആസ്തയ്ക്ക് അത്ര അടി കിട്ടിയിട്ടും ആസ്തയാണെങ്കിൽ വിട്ടുകൊടുക്കാതെ ആ ഒരു കള്ളുകൂടിയന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. ഉടനെ ശല്യം സഹിക്ക വയ്യാതെ ആ പെൻഡന്റ് ആസ്തയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞ് ആ കള്ളുകൂടിയൻ അവിടുന്ന് കടന്നു പോവാണ്. തളർന്നു വീണ ആസ്തയുടെ അടുത്തേക്ക് യൂനോ ആണെങ്കിൽ ഓടി വരും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആ കള്ളനാണെങ്കിൽ ആസ്തയുടെ പവർ കണ്ട് ഞെട്ടുകയാണ്. യാതൊരു പവറും ഇല്ലാതെ നിനക്കെങ്ങനെ ഇത്രയും വലിയൊരു മാജിക് ബുക്കും പവറും ഒക്കെ ലഭിച്ചു? എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത്രയൊക്കെ നിന്റെ കയ്യിൽ ഉണ്ട് എങ്കിലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആ ഒരു ചെയിൻ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ആസ്തയെ അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. ആസ്തയാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ സ്വാഡ് എടുത്ത് ആഞ്ഞു വീശും. ഉടനെ ആ ഒരു വില്ലന്റെ പവറുകളെല്ലാം തന്നെ നള്ളിഫൈ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആസ്തയ്ക്ക് നേരെ ഒരു പവറും ആ ഒരു കള്ളൻ വില്ലനെ കൊണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. ആസ്തയ്ക്കാണെങ്കിൽ അപ്പോഴും അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവൻ പുറത്തേക്ക് ഓടി വന്ന് ഇപ്പോൾ സ്വാഡങ്ങനെ വെറുതെ അന്തരീക്ഷത്തിൽ ആഞ്ഞു വീശുകയാണ്. എനിക്ക് മന്ത്രശക്തി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് മസിലും പവറും അധികമാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രശക്തി ഒന്നും എനിക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ആസ്തയുടെ തൊട്ടു പിന്നിലായിട്ട് യൂനോ ആണെങ്കിൽ ഏതോ മാജിക് ബോർഡിൽ നിൽക്കുന്നത് പോലെ അതിശയത്തോടു കൂടെ തന്നെ ആസ്തയെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കട്ട് ചെയ്താൽ വീണ്ടും ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കും. യൂനോ ആണെങ്കിൽ ആസ്തയെ വിളിക്കുകയാണ്. ആസ്ത യൂനോയെ നോക്കി ചെറുതായിട്ട് ചിരിക്കും. ആസ്തയാണെങ്കിൽ പതിയെ എഴുന്നേറ്റ് ഇപ്പൊ യൂനോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വന്നില്ലേ, ഇപ്പോ നിന്റെ പെൻഡന്റും നിനക്ക് തിരികെ കിട്ടി. ഇനി ഫ്യൂച്ചറിൽ ഞാൻ വിസാഡായി മാറിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പലതും ചെയ്യാൻ കഴിയുമെന്ന് പറയും. അത് കേട്ട് യൂനോ പറയും, നീ മാത്രമല്ല ഞാനും ഒരു വിസാഡായി മാറും, അതിനുശേഷം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞ് അവനൊരു ശബ്ദം എടുക്കും. അപ്പൊ പ്രസന്റിലാണെങ്കിൽ ആസ്തയാണെങ്കിൽ അവന് കിട്ടിയ ഗ്രിവിയോർ അതങ്ങനെ ചേർത്ത് പിടിച്ച് അതിന് അറഞ്ചം പുറഞ്ഞ് മുത്തം കൊടുക്കുകയാണ്. എൻ്റെ ലൈഫ് ഇപ്പോഴാണ് പൂർണ്ണമായത്, മരണം വരെ ഈ ഗ്രിവിയോർ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയും. വീണ്ടും ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ആസ്തയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ബ്രദറിനോട് പറയും, നമ്മൾ തീർച്ചയായിട്ടും രണ്ടുപേരും വിസാഡായി മാറും, അതിനുശേഷം നമുക്കിടയിൽ മത്സരം ഉണ്ടാവണമെന്ന് പറയും. കട്ട് ചെയ്ത അതേ കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ പ്രസന്റിൽ ആസ്തയാണെങ്കിൽ യൂനോയെ ഓർമ്മിപ്പിക്കുക. നിനക്കിപ്പോഴും ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അതിന് ആസ്ത പറയും, തീർച്ചയായിട്ടും നമുക്കിടയിൽ അങ്ങനെ ഒരു മത്സരം അത് വേണമെന്ന് പറഞ്ഞ് അവർ കൈ കോർക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.